നമസ്കാരം. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഡീനിനെയും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെയും സസ്പെൻഡ് ചെയ്തു. ഇരുവരും നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് നടപടി. വിവരങ്ങളുമായി ജിൻസ് തോട്ടുങ്കര ചേരുകയാണ്. ജിൻസ്, ഒടുവിൽ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? സുവി നേരത്തെ പറഞ്ഞതുപോലെ ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനിനെതിരെയും ഈ അസിസ്റ്റന്റ് വാർഡനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ പങ്കും അന്വേഷിക്കണമെന്ന് വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിലേക്ക് ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനിടയിലായിരുന്നു VC-യുടെ ഒരു നിലപാടുണ്ടായത്. ഇവർക്ക് കൃത്യമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജ് ഡീനിനോടും അസിസ്റ്റന്റ് വാർഡിനോടും പുതിയതായി ചുമതലയേറ്റ വൈസ് ചാൻസലർ വിശദീകരണം ചോദിച്ചിരുന്നു. 2 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടെങ്കിലും ഇന്ന് തന്നെ ഈ വിശദീകരണം നൽകണമെന്നായിരുന്നു വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഈ വിശദീകരണം ഇവർ ഇരുവരും നൽകിയത്. പക്ഷേ ഈ വിശദീകരണത്തിൽ കൃത്യമായി ഇടപെട്ടു എന്നുള്ളതായിരുന്നു ഇവർ പറഞ്ഞത്. കാരണം കാണിക്കൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ നിയമപ്രകാരവുമാണ് ചെയ്തത്. സിദ്ധാർത്ഥിന്റെ മരണം അറിഞ്ഞത് പിന്നാലെ സംഭവത്തിൽ ഇടപെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുമ്പോൾ നേരിട്ട് ചെന്നിരുന്നു. എല്ലാ കാര്യങ്ങളും വൈസ് ചാൻസലറെയും അതുപോലെ തന്നെ രജിസ്ട്രാറെയും കൃത്യമായി അറിയിച്ചിരുന്നു എന്നുള്ളതായിരുന്നു ഇവർ നൽകിയ വിശദീകരണം. അതേസമയം ഈ വിശദീകരണം തള്ളുകയായിരുന്നു VC ചെയ്തത്. വിശദീകരണം തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെയായിരുന്നു പിന്നീടുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോളേജ് ഡീൻ MK നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് ഇരുവരും നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇവർക്കെതിരെ സസ്പെൻഡ് നടപടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇവർക്കെതിരെ ഈ കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇവരെ പ്രതി ചേർക്കണമെന്ന ആവശ്യവുമാണ് നിലവിൽ ശക്തമാകുന്നത്. ജിൻസ്, ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് ഈ ഡീനിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കണം എന്നൊരു ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവിൽ ഇവരുടെ എല്ലാ മൊഴികൾ എടുത്തതിന് ശേഷമായിരിക്കും ഈ കേസിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. അതിനുശേഷമായിരിക്കും ഇവർക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു നടപടിയിലേക്ക് പോലീസ് എന്തായാലും കടക്കുക. നിലവിൽ ഈ സസ്പെൻഡ് നടപടി മാത്രം പോരാ, ഡീനിനെ കേസിൽ പ്രതി ചേർക്കണമെന്ന ആവശ്യവുമാണ് ഈ സിദ്ധാർത്ഥിന്റെ കുടുംബവും ആവശ്യപ്പെടുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നടപടി എന്തായാലും വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ജിൻസ്, അതുപോലെ തന്നെ ഡീനിനെയും അതുപോലെ കാന്തനാഥൻ ഡോക്ടർ അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സസ്പെൻഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട്? പ്രാഥമിക തലത്തിൽ ഇവർ രണ്ടുപേരെയുമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, കോളേജ് ഡീനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി അധ്യാപകരോ മറ്റുള്ള ഈ കോളേജുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ബന്ധമുണ്ടായി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ബാക്കിയുള്ളവർക്കെതിരെ എന്തായാലും ഇത്തരത്തിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഡീൻ നൽകിയ വിശദീകരണം അതിൽ തൃപ്തിയില്ല എന്ന് പറയുമ്പോൾ ഡീനിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നൊരു സമ്മതിക്കലാണോ VC-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ ഡീൻ കാണുകയുണ്ടായിരുന്നു. തന്റെ ഭാഗത്തു നിന്നും യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, എല്ലാം കൃത്യമായി സർവകലാശാലയെ അറിയിച്ചിരുന്നു. ഈ സിദ്ധാർത്ഥിന്റെ മരണം അറിഞ്ഞതു മുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എല്ലാം നിയമപ്രകാരമാണ് നടന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുമ്പോൾ നേരിട്ട് ചെന്നിരുന്നു. എല്ലാ കാര്യങ്ങളും വൈസ് ചാൻസലറെയും അതുപോലെ തന്നെ രജിസ്ട്രാറെയും കൃത്യമായി അറിയിച്ചിരുന്നു എന്നുള്ളതായിരുന്നു ഈ ഡീൻ നൽകിയ വിശദീകരണം. പക്ഷേ ഈ വിശദീകരണം ഒന്നും തൃപ്തികരമല്ല എന്നുള്ള കാര്യമായിരുന്നു VC അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് എന്തായാലും നടപടി ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഡീനിനെയും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ചും അധ്യാപകരുടെ ഭാഗത്തുൾപ്പെടെ വീഴ്ചയുണ്ടായി എന്നൊരു പരാമർശവും വിവാദവും ആരോപണവും ഉയർന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അധ്യാപകർക്കെതിരെയും നടപടി ഉണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഡീൻ നൽകിയിരുന്ന പ്രസ്താവന അസിസ്റ്റന്റ് വാർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് താൻ നടപടിയെടുത്തത്. ഒപ്പം തന്നെ ആ സമയത്ത്
ഈ സിദ്ധാർത്ഥിനെ താൻ പോയി കണ്ടിരുന്നു. എന്നാൽ മർദ്ദനമേറ്റതായി തന്നോട് സിദ്ധാർത്ഥൻ പറഞ്ഞില്ല എന്നൊരു വിശദീകരണമാണ് ഡീൻ നൽകിയിരുന്നത്. ആ ഒരു വിശദീകരണമായിരിക്കണം VC-ക്ക് ഉൾപ്പെടെ നൽകിയത്. ആ വിശദീകരണത്തിൽ തൃപ്തിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡീനിനെതിരെ ഇപ്പോൾ നടപടിക്ക് പോയിരിക്കുന്നത്. ഏതായാലും ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും പ്രതി ചേർക്കണം എന്നൊരാവശ്യം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്ന കാര്യം പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും കേസ് അന്വേഷണം നടക്കുകയാണ്. ആൾക്കൂട്ട വിചാരണയാണ് നടന്നത് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ജെയിംസ്, ഈ ആൾക്കൂട്ട വിചാരണ നടന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഈ മർദ്ദനം നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഡീനിനെയും ഈ ആൾക്കൂട്ട വിചാരണയിൽ ഡീൻ ഉൾപ്പെടെ പങ്കെടുത്തു എന്ന തരത്തിലെ ആയിരിക്കുമോ ഈ അന്വേഷണം നീളുക? സിദ്ധാർത്ഥ്, ജിൻസ്. ഇനിയൊരു ഇടവേള. ഭൂമിയെ ആകാശവുമായി ബന്ധിപ്പിക്കുന്ന സർദാർ പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ഒരു തെളിവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം മാത്രമല്ല, അത് അതിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് വേഗതയിൽ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത് കൂടി തെളിയിച്ചു. എവിടെയെങ്കിലും ഒരു എക്സ്പ്രഷനിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായാൽ പോലും അത് വലിയ ജനരോഷത്തിന് കാരണമാകുമായിരുന്നു. ഈ സ്റ്റാച്യുവിന് കുറെ നാളുകളായി പഠനങ്ങൾ കണ്ടക്ട് ചെയ്തു വരികയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ഫോട്ടോസ് മുഴുവനായും പരിശോധിച്ചു. പല പല ലെവൽസും ഏകദേശം 1 വർഷത്തോളം നോക്കി. ഈ പ്രതിമ 150 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിന് ഉചിതമായി രൂപകൽപ്പന ചെയ്തതാണ്. എല്ലാ സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യാൻ ശക്തമാക്കി രൂപകൽപ്പന ചെയ്തു. 2018 ഒക്ടോബർ 31 സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉടനെ തന്നെ ഗുജറാത്തിലെ ഈ ഒരു ചെറിയ പ്രദേശമായ ഏക്താ നഗർ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു. എന്റെ ലക്ഷ്യം ആകർഷണമുണ്ടാക്കുക എന്നതായിരുന്നില്ല, ഒരു പ്രചോദനമുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇതിന്റെ നിർമ്മാണത്തിന് മുമ്പുണ്ടായിരുന്ന ഒത്തൊരുമ എങ്ങനെയാണോ, നിർമ്മാണ സമയത്തും അതേ ഒത്തൊരുമ തന്നെ ഉണ്ടായി, നിർമ്മിച്ചതിന് ശേഷവും ഉണ്ടായി. പിന്നെ ആ സ്ഥലം മുഴുവൻ ഭാരതത്തിന്റെ ഏകതയുടെ പുണ്യസ്ഥലമായി മാറ്റണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി. അവിടെ വരുന്ന ജനങ്ങൾ എന്താണോ ടൂറിസത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലുണ്ട്. സ്ഥലത്തിന്റെ സോഷ്യൽ എക്കണോമി എപ്പോഴാണ് വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ലാൻഡ്മാർക്ക് സ്ട്രക്ചറോ ഒരു ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷൻ വരുമ്പോൾ മാത്രമാണ്. കുറെ മാറ്റങ്ങൾ വന്നു. ഇതിനു മുമ്പ് സ്ത്രീകൾ വീട് വിട്ട് പുറത്തേക്ക് പോകില്ലായിരുന്നു. ഇപ്പോ സ്വന്തമായി സമ്പാദിച്ച് വീട് നോക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലെല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. നമ്മൾ മുന്നോട്ട് പോകും, പുതിയ ആളുകൾ വരും, കാലം മാറും, വർഷങ്ങൾ കടന്നു പോകും. എന്നാൽ വൈവിധ്യത്തിൽ ഈ മൂല്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്കുള്ളിൽ തീർച്ചയായും നിലനിൽക്കുമെന്നത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് സർദാർ പട്ടേലിന്റെ ഏകതാ പ്രതിമ പോലെ കാലത്തിന്റെ പരീക്ഷണത്തിന് ശേഷവും വർഷം തോറും ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇന്ത്യയുടെ ഐക്യം ഒരു പ്രസ്താവനയോ നമ്മൾ കേൾക്കുന്ന ഒന്നോ അല്ല, യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഒരു പ്രതീകമായി ഇത് നിലനിൽക്കുന്നു. തലമുറ തലമുറയായി നമ്മൾ സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം. 5 ലക്ഷം ഭാഗത്ത്